അർദ്ധരാത്രി ആയുധങ്ങളുമായി വീട്ടിൽ കയറിയ കള്ളന്മാർ ആ സ്ത്രീയോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കില്ല. ഞങ്ങൾ ഈ സോഫയിലിരിക്കാം. നിങ്ങൾ അലമാരിയിലും ലോക്കറിലുമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരിക. ഭയന്നു വിറച്ച ആ സ്ത്രീ കയ്യിലുള്ളതെല്ലാം അവർക്ക് മുന്നിൽ വച്ചു. എന്നാൽ കള്ളന്മാരുടെ നേതാവ് ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ കബളിപ്പിക്കരുത് സഹോദരി. കഴിഞ്ഞ മാസം വിവാഹ വാർഷികത്തിന് ഭർത്താവ് മേടിച്ചു തന്ന ആ ഡയമണ്ട് മാല എവിടെ? ദുബായിലുള്ള ചേച്ചി കൊടുത്തുവിട്ട ആ ബ്രാൻഡഡ് സ്മാർട്ട് വാച്ച് എവിടെ? അവർ ഞെട്ടിപ്പോയി. ചോദിച്ചതെല്ലാം അവർക്ക് മുന്നിൽ എടുത്തു കൊടുത്തപ്പോൾ അവർ അടുത്ത ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ, ഇനി നമുക്ക് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കണം. കൂടെ ഇന്നലെ രാത്രി കഴിച്ചിട്ട് ബാലൻസ് വെച്ച ചോക്ലേറ്റ് കേക്ക് കൂടി എടുത്തോളൂ. കാര്യങ്ങളെല്ലാം അവർക്ക് മുന്നിൽ കൊടുത്തതിന് ശേഷം ഭയം വിട്ടുമാറാതെ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയാണ് എന്റെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞത്? കള്ളന്മാർ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ ഫേസ്ബുക്ക് സുഹൃത്തുക്കളാണ് മാഡം. നിങ്ങളുടെ ഓരോ ചലനവും ഞങ്ങൾ ലൈവായി കാണുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ ഓർക്കുക, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഓരോ പോസ്റ്റുകളും റീലുകളും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലോക്കർ കീ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. സന്തോഷമായാലും സങ്കടമായാലും സമ്പാദ്യമായാലും അത് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല. സ്വകാര്യതകളില്ലാത്ത ഒരാൾക്കും ഈ ലോകത്ത് സമാധാനപരമായി ജീവിക്കാനാവില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രഹസ്യങ്ങളുടെ നിലവാരം നിശ്ചയിക്കുക എന്നതാണ്. നിങ്ങൾ എന്തൊക്കെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു എന്നതിലല്ല, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമാക്കി സൂക്ഷിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ നിലവാരം ഇരിക്കുന്നത്. എല്ലാം വിളിച്ചു പറയുന്നത് വലിയ കാര്യമാണെന്നുള്ള അഹംബോധമാണ് ഏറ്റവും വലിയ കെണി. ഓർക്കുക, കാണുന്നവരെല്ലാം അഭ്യുദയകാംക്ഷികളല്ല. ചിലർ നമ്മുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ കാത്തിരിക്കുന്ന വേട്ടക്കാരായിരിക്കും. എല്ലാം ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കണമെന്ന് വിചാരിക്കുന്നവർ പിന്നീട് പലതും ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടി ആയിരിക്കില്ല, ആദ്യം പ്രദർശിപ്പിച്ചതിന്റെ പരിണത ഫലം ഒളിപ്പിക്കുവാനായിരിക്കും. ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കുക. ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചത് ശരിക്കും എനിക്ക് ആവശ്യമുള്ളതായിരുന്നോ? ആരെങ്കിലും ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇത് ആർക്കൊക്കെ ദൃശ്യമാകും? ആരോട് എന്ത് എത്രത്തോളം പങ്കുവെക്കണം എന്ന വകതിരിവാണ് ജീവിതത്തെ സുരക്ഷിതവും സമ്പന്നവുമാക്കുന്നത്. നിങ്ങളുടെ സ്വകാര്യതകൾ നിങ്ങളുടെ മാത്രം സമ്പാദ്യമായിരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്